ദുരന്തമുഖത്തേക്ക് സഹായസ്തവുമായി കാസർഗോട്ടുകാർ. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണ സാധനങ്ങളും പുതപ്പുകളും നാപ്കിനുകളും അടങ്ങിയ വാഹനങ്ങളാണ് ദുരന്തമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പ്രവാസി കൂട്ടായ്മകളും രംഗത്ത് വന്നതോടെ വലിയ രീതിയിലുള്ള സഹായമാണ് കാസർഗോഡ് ജില്ലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഓഫീസിൽ നിങ്ങൾ കാണുക, ഈ ഓഫീസിലെ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. അവർ ഇന്ന് രാവിലെ മുതൽ 5ലേറെ വാഹനങ്ങളിലായിട്ട് വിവിധ വീടുകളിൽ കയറി ഇറങ്ങിക്കൊണ്ട് അവരുടെ ഓരോ സാധനങ്ങളും ദുരിത ക്യാമ്പുകളിലേക്ക് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിലെ ചെറുപ്പക്കാർ മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ അവരുടെ ദിവസം ഇവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുക, തീർച്ചയായിട്ടും അവരുടെ ഓഫീസിലെ തിരക്ക് കാണുക, അവരുടെ ആവേശങ്ങൾ നിങ്ങൾ കാണുക. അതായത് എല്ലാ സാധനങ്ങളും അരി, അതുപോലുള്ള തേങ്ങകൾ, അതുപോലുള്ള വസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, ഒപ്പം നല്ല പാത്രങ്ങൾ. മാത്രമല്ല അവർ വീടുകളിലേക്ക് ചെന്നപ്പോൾ അവർ പറയുന്ന ചില വാക്കുകൾ നമ്മുടെ മനസ്സിലല്ലാതെ ചെയ്യുകയാണ്. കാരണം ആ വീടുകളിലേക്ക് എത്തിയപ്പോൾ അവരുടെ വീട്ടുകാർ അവരുടെ സകലതും എടുത്തു നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ സ്വർണ്ണങ്ങൾ പോലും അതിലുണ്ടായിരുന്നു. സ്വർണ്ണങ്ങൾ പോലും ആ വീട്ടമ്മമാർ ഊരി നൽകുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. വിലപിടിപ്പുള്ള പല സാധനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകിയ ഒരു വിവരം നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ഈ ഓഫീസിലെ തിരക്കുകൾ അവരുടെ വയനാട്ടിലേക്ക്, അതോടൊപ്പം കോഴിക്കോട്ടേക്ക്, ഇടുക്കി 10ഓളം വാഹനങ്ങളാണ് ഇന്ന് മാത്രം ദുരിതബാധിത പ്രദേശത്ത് എത്തിയത്. ജില്ലയിലെ ആരാധനാലയങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നുമാണ് സഹായങ്ങൾ എത്തുന്നത്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വഴി വലിയ തോതിലുള്ള സഹായങ്ങൾ ദുരന്തമുഖത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കാസർഗോട്ടുകാർ. എന്നാൽ വയനാട് കേന്ദ്രീകരിച്ച് ഇന്ന് ജില്ലയിൽ നിന്നും 4ഓളം വാഹനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. 13 ജില്ലകളെ സാരമായി ബാധിച്ച പ്രളയം കാസർഗോട്ടുകാരെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല. ദുരന്തമുഖത്തേക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന തിരക്കിലാണ് കാസർഗോട്ടുകാർ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.